കലോത്സവത്തിലെ ഗ്ലാമർ ഇനമാണല്ലോ മോണോ ആക്ട്. ഹൈസ്കൂൾ വിഭാഗം മോണോ ആക്ട് നടക്കുന്നുവെന്നറിഞ്ഞ വേദി 4ലേക്ക് പോയ ഒരു റിപ്പോർട്ടറുടെ അനുഭവ കഥയാണിത്. അറബിക് കലോത്സവമാണ് എന്നറിഞ്ഞപ്പോൾ അയാൾ ഒന്ന് ഞെട്ടി. ശേഷം സ്ക്രീനിൽ ഇതേതാണ് ഭാഷ? ഒന്നും അങ്ങോട്ട് മനസ്സിലാവണില്ലല്ല. ഷെഡ്യൂളും നോക്കാം, അപ്പോൾ അറിയാല്ല. മോണോ ആക്ട് തന്നെയല്ലേ? പടച്ചോനെ, അറബിയാ. ഇതിപ്പോ എന്താ ചെയ്യാ? ആൾക്കാരൊക്കെ ശ്രദ്ധിക്കുന്നുണ്ടല്ല. മനസ്സിലാവുന്ന പോലെ അഭിനയിക്കാം. ഇവനെന്തെന്നായി കേൾക്കുന്നത്? ഇവനിപ്പോ വല്ലതും മനസ്സിലാവുന്നുണ്ടാ? അങ്ങനെ വരാൻ ഒരു വഴിയില്ല. ഞാൻ പറഞ്ഞില്ലേ. അന്വേഷിച്ചറിഞ്ഞപ്പോൾ വർത്തമാനകാലത്തിൽ ഏറെ പ്രസക്തിയുള്ള വിഷയങ്ങളാണ് പലരും തെരഞ്ഞെടുത്തിരിക്കുന്നത്. ഗസായുദ്ധവും സ്ത്രീ സുരക്ഷയും സമീപകാല രാഷ്ട്രീയ സംഭവങ്ങളുമെല്ലാം വേദിയിലെത്തി. ആലുവയിൽ ക്രൂരപീഡനത്തിനിരയായി ജീവൻ നഷ്ടപ്പെട്ട ബാലികയുടെ കഥ അവതരിപ്പിച്ച സൽമാബായിക്ക് നിറഞ്ഞ കയ്യടിയാണ് ലഭിച്ചത്. ഈ കാലഘട്ടത്തിൽ മൊത്തം എന്ന് പറയുമ്പോൾ സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങളാണ് വരുന്നത്. പിന്നെ ഗോവിന്ദചാമി, അമീറുൽ ഇസ്ലാം, അഷ്ഫാഖുൽ ആലം എന്നിവരൊക്കെ ഈയടുത്തും ശിക്ഷ വിധിച്ചവരാണ്. പിന്നെ ഇതിൽ തന്നെ ഒരു സന്ദേശമുണ്ട്. പെൺകുട്ടികളെന്ന് പറയുമ്പോൾ അമ്മയുടെ വയറിൽ മാത്രമാണോ സുരക്ഷിതർ? ഇനിയും ഇങ്ങനെയുള്ള ക്രിമിനൽസ് ഈ സമൂഹത്തിലുണ്ട്. അപ്പം അങ്ങനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എല്ലാം കൂടെ ചെയ്തിട്ടാണ്. പിന്നീട് അന്വേഷണം അറബിക് മോണോ ആക്ട് എങ്ങനെ മനസ്സിലാക്കിയെടുക്കാം എന്നതിനെ കുറിച്ചായി. ശരീരഭാഷയിലൂടെ ഒരുപാട് കാര്യങ്ങൾ ആളുകൾക്ക് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ ചില വാക്കുകൾ, അറബി ആയാലും മലയാളമായാലും ചില വാക്കുകൾ അപ്പം കേൾക്കുമ്പോഴും അവർക്ക് ആ സബ്ജക്റ്റ് എന്താണെന്ന് മനസ്സിലാവും. അങ്ങനെ ഒരുവിധ ആൾക്കാർക്കൊക്കെ മനസ്സിലാക്കാൻ പറ്റും. വളരെ ശക്തമേറിയ രാഷ്ട്രീയവും സാമൂഹിക പ്രതിബദ്ധതയുള്ള പല വിഷയങ്ങളുമാണ് സൽമയെ പോലെ ഓരോ കുട്ടികളും ഇവിടെ ചെയ്തത്. അത് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കാത്തത് എൻ്റെ അറിവില്ലായ്മയാണ് എന്ന് ഞാൻ അവസാന നിമിഷത്തിലാണെങ്കിലും തിരിച്ചറിയുന്നു. എന്തായാലും വളരെ മികച്ച പെർഫോമൻസ് ആയിരുന്നു ഓരോ കുട്ടികളും കാഴ്ചവെച്ചത്. ക്യാമറ പേഴ്സൺ ഷബീറിനൊപ്പം ഗോപാൽ ശീലാസനൽ, മീഡിയ 1 കൊല്ലം.